السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. وتوكل على الله وكفى بالله وكيلا. സ്നേഹ ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അൽഹംദുലില്ലാ വളരെ സന്തോഷം. നേരത്തെ പലവട്ടം എന്നെ ജയമ്മിലേക്ക് ക്ഷണിച്ചിരുന്നു. ആ സമയത്തൊന്നും വരാൻ പറ്റിയില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു സംസ്ഥാന പ്രോഗ്രാമിൽ എല്ലാവരെയും കണ്ടുമുട്ടിയപ്പോഴാണ് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിൽ പിടുത്തം മുറുകിയത്. അതുകൊണ്ട് മാത്രം വന്നു എന്നല്ല കേട്ടോ, വരാതിരുന്നു എന്നുമല്ല. ഏതായിരുന്നാലും അങ്ങനെയാണ് ഇന്ന് അൽഹംദുലില്ലാ ഇവിടെ എത്തിയത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1999 വർഷത്തിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മീൻസ് തൊട്ടടുത്ത് വാരണാക്കര പള്ളിയിൽ ഇമാമത്തും ഖുതുബയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നെ ഞാനാക്കിയ, അല്ലെങ്കിൽ എന്നെ ഈ ഒരു ദഅ്വ പ്രവർത്തനത്തിൽ ചെറിയ തോതിലെങ്കിലും പങ്കാളിയാക്കിയതിലെ വലിയ ഒരു ഭാഗവും വാരണാക്കരയ്ക്കുണ്ട്. അതല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്നതിൻ്റെ ഉള്ളിലുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ യൂസുഫ് സലഫി അദ്ദേഹമാണ് അഫ്ളൽ കഴിഞ്ഞ സമയത്ത് എന്നോട് പറയാണ്, ഈ അങ്ങോട്ട് പോരുകയായിരുന്നു. എവിടേക്ക്? എൻ്റെ നാട്ടിലേക്ക് പോരുക, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ചെറിയൊരു പള്ളിയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് അഫ്ളൽ കഴിഞ്ഞ പാടെ കയറുകയാണ്.
അവിടെ ചെന്ന് നോക്കുമ്പം ചെറിയ പള്ളിയൊന്നുമല്ല. എൻ്റെ ഓർമ്മയിൽ 32 ഫാനാണ് അതിൻ്റെ ഉള്ളിൽ അകമ്പള്ളിയിലുള്ളത് അന്ന്. അപ്പോൾ തന്നെ ഏതാണ്ട് നമ്മുടെ എല്ലാം ചോർന്ന് പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ, ഏറെ സന്തോഷകരമാണ് ഈ ദഅ്വ പ്രവർത്തനങ്ങളിൽ ചെറിയ തോതിലെങ്കിലും പങ്കാളിയായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരാശ്വാസമാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആന് പഠിക്കാൻ അവസരം കൂടുതലുണ്ടെന്ന്. പഠിക്കുന്ന ആ കാലത്തെക്കാളും പഠിക്കുന്നത് പിന്നെയാണല്ലോ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറെ സാലിഹായ അമലുകളിൽ പ്രധാനമായി ഉൾപ്പെടുത്തി സ്വീകരിക്കട്ടെ. ആമീൻ. ചെയ്തു പോയാൽ പോരല്ലോ, സ്വീകരിക്കപ്പെടണമല്ലോ. നേരത്തെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചു, കുട്ടികളെ കാണാൻ കിട്ടി എന്നത്. കുട്ടികളെ കാണാൻ കിട്ടാത്ത സദസ്സുകളാണ് ഇന്ന് പലതും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സദസ്സിൽ അല്പം കുട്ടികൾ കൂടെ വന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മുടെ ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് നമ്മുടെയൊക്കെ വീടകങ്ങളിൽ ലഹരി കയറിയല്ലോ എന്നതാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അത് പൈശാചികതയാണ്. പിശാചിൻ്റെ റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താനിൻ്റെ നീചമായ പ്രവർത്തികളിൽപ്പെട്ട ഒന്നാണ് റിജ്സ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതെന്ന് പറയാതെ ഖുർആൻ അതിൻ്റെ മാരകമായ പ്രഹരശേഷി വൈയക്തിക, കുടുംബ, സാമൂഹിക, സാമ്പത്തിക, ദാമ്പത്യ തലങ്ങളിലൊക്കെ സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങളത് ഉപയോഗിക്കരുത് എന്ന് പറയാതെ നിങ്ങൾ ലഹരിയിൽ നിന്ന് അതിദൂരം കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു നമ്മളോട്. ഫജ്തനിബൂഹു, നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് ദൂരം അകന്നു നിൽക്കണം. അല്ലെങ്കിലും വിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങളൊക്കെ അങ്ങനെ കാണാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദേഹത്തെയും ദേഹിയെയും ഇഹത്തിലും പരത്തിലും ബാധിക്കുന്ന, തനിക്ക് അപ്പുറത്ത് തൻ്റെ ചുറ്റിലുമുള്ള കുടുംബത്തെയും മക്കളെയും ബാധിക്കുന്ന, തൻ്റെ സമ്പത്തിനെയും എല്ലാറ്റിനെയും ആരോഗ്യത്തെയുമൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ സൂചിപ്പിച്ചത് അങ്ങനെയാണ്. വ്യഭിചരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞതല്ല. ഖുർആൻ അങ്ങനെയല്ല അതിനെക്കുറിച്ച് പറഞ്ഞത്. മറിച്ച് ലാ തഖ്റബു സിന എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുതെന്ന്. ലഹരിയെക്കുറിച്ച് പ്രവാചകനും ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത് 10 കൂട്ടർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നാണ്. മദ്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ അത് വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ കാശ് ഉപയോഗിക്കുന്നു. അവൻ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആ കാശുമായിട്ട് പോയെങ്കിൽ അവനും അതിൻ്റെ ലാഭം എടുത്തവനും എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ ഇന്ന് സംസാരിക്കാനുള്ള വിഷയത ഖുർആൻ ഹൃദയശാന്തി, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ വഴികാട്ടി എന്നൊക്കെ. നമ്മളൊരു ചോദ്യത്തിൽ തുടങ്ങാം. മനുഷ്യരാശി ഇന്ന് ഇത്രയും സൗകര്യങ്ങൾ അനുഭവിച്ച, ഇത്രയേറെ സൗകര്യങ്ങൾ അനുഭവിച്ച മറ്റൊരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പറയും. ഇത്രയേറെ സൗകര്യങ്ങൾ അനുഭവിച്ച ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഉത്തരമതായിരിക്കും. ഒരു ബട്ടണമർത്തിയാൽ ലോകത്തിൻ്റെ മുഴുവൻ വാർത്തകളും നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വിരൽത്തുമ്പിൽ ലോകത്തെ മുഴുവൻ പ്രദേശങ്ങളിലും എല്ലായിടങ്ങളിലെയും ഉൾപ്രദേശങ്ങളിലും ഒക്കെ കടന്നു ചെല്ലാനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും കാണാനും കഴിയും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളുമായി സംവദിക്കാൻ കഴിയും, കാണാൻ പറ്റും. ഇനി ഒരുപക്ഷെ AI എന്ന സാങ്കേതിക കൃത്രിമ ബുദ്ധിയുടെ മറവിൽ ഏതെല്ലാം തലത്തിലേക്ക്, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ
ഒരു ചർച്ചയിൽ വന്നത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ചിലതൊക്കെ വ്യഭിചാരം വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, പരസ്യമാകും എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ AI സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഇന്ന് വളരെ സൗഹൃദപരമായി നമ്മളോട് ശാരീരിക ബന്ധം പുലർത്താനുള്ള ഇണകൾ വരെ വരുന്ന, സമീപകാലത്ത് വരുന്ന, അതായത് അത്രയേറെ വളർന്നിട്ടുണ്ട് മനുഷ്യൻ, അത്രയേറെ വളർന്നിട്ടുണ്ട്, അത്രയേറെ സൗകര്യങ്ങളുണ്ട്. വീട് ചെറുതോ വലുതോ ആകട്ടെ, പക്ഷേ മൊബൈൽ ഫോണിലൂടെ ലോകം മുഴുവൻ അതിനുള്ളിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഒരു നിമിഷം കൊണ്ട് കോടിക്കണക്കിന് വിവരങ്ങളെ ശേഖരിക്കാൻ കഴിയും ഇന്ന് മനുഷ്യന്. കോടിക്കണക്കിന് വിവരങ്ങളെ ഒരു നിമിഷം കൊണ്ട് ശേഖരിക്കാൻ കഴിയും. ഏതൊരു കുട്ടിക്കും ഏത് വിഷയത്തിലും റിസർച്ച് നടത്താൻ ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്നാൽ സാധ്യമാകും. അത്രയേറെ വളർന്ന വേഗതയേറിയ വാഹനങ്ങൾ, അത്യാധുനിക ആശുപത്രികൾ, ആഡംബരമായ ജീവിതം, ഇങ്ങനെയൊക്കെ വളർന്നിട്ടും മറ്റൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ പ്രയാസപ്പെടാം. ആ ചോദ്യം ഇതാണ്: ഇന്ന് മനുഷ്യൻ ശരിക്കും എല്ലാവരും സന്തോഷവാന്മാരാണോ? ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എല്ലാവരും സന്തോഷവാന്മാരാണോ എന്ന ചോദ്യമുണ്ട്. ചിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ പലപ്പോഴും സങ്കടമുണ്ട്. അവൻ ചിരിക്കുന്നുണ്ടാകാം, പക്ഷേ ഞാൻ ചിരിക്കുന്നുണ്ടാകാം, നിങ്ങൾ ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടാകാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആകെ പ്രയാസം അനുഭവിക്കുക. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുക. അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ പ്രയാസം അനുഭവിക്കുക. അവൻ ആളുകളുമായി എപ്പോഴും ഇടപെടാൻ വരുന്നില്ല, അവളും വരുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷേ എന്തോ അവന് നഷ്ടമാണ്. സമാധാനവും സന്തോഷവും പൂർണ്ണമായി അവന് കാണാൻ കഴിയുന്നില്ല. മൃദുവായ കിടക്കയിൽ കിടക്കാൻ കഴിഞ്ഞിട്ടും അവൻ ഉറക്കം കിട്ടുന്നില്ല. സുഭിക്ഷമായ ആഹാരം കഴിച്ചിട്ടും ഉദര രോഗം മാറുന്നില്ല. എന്താണ് പണം ഇത്ര കിട്ടിയിട്ടും സമാധാനം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് വീടുകൾ വലുതായിട്ടും ഹൃദയം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഏകാന്തത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ കഴിയുന്നത് നാം ജീവിതത്തെ അലങ്കരിച്ചു, ഹൃദയത്തെ മാറ്റുകൂട്ടിയില്ല എന്നതാണ്. നാം നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിന് പ്രാധാന്യം നൽകി ആത്മപ്രധാനമായ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ്. എല്ലാവരും തിരക്കിലാണ്. ഏത് കാര്യത്തിനാ തിരക്ക്? എവിടേക്കാ ഓടുന്നത്? അവൻ്റെ ഭൗതികമായ താൽക്കാലികമായ ജീവിതത്തിലെ ചില വിഭവങ്ങളെ സമാഹരിക്കുന്നതിന് വേണ്ടി മാത്രം. അവൻ്റെ ആത്യന്തികമായ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പലപ്പോഴും അവൻ സക്രിയനാകുന്നില്ല, മറന്നുപോവുക. യാ ഖാദിമൽ ജിസ്മി കം തഷ്ഖാലി ഖിദ്മതിഹി أتطلب الربح فيما فيه خسران أقبل على النفس واستكمل فضائلها فأنت بالنفس لا بالجسم إنسان. എന്താ കവി പറയണ അറിയോ? യാ ഖാദിമൽ ജിസ്മി കം തഷ്ഖാ ബിഖിദ്മതിഹി. ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന സുഹൃത്തെ, നീ എത്ര ത്യാഗം ചെയ്തിട്ടാണ് ആ ശരീരത്തിന് പല സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിയാ, ചെയ്യണം. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന, ദ്രവിച്ചു പോകുന്ന, മണ്ണിൽ തീർന്നു പോകുന്ന നീ അതിൽ നിന്ന് എത്ര ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്? അത്രയൊക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? വീണ്ടും അദ്ദേഹം ചെയ്യേണ്ട കാര്യം പറഞ്ഞു, അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫദായിലഹാ. നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്താനും അതിൻ്റെ ഫദ്ലിനെ പൂർത്തീകരിക്കുവാനും വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങണം. നീ മുന്നിട്ടിറങ്ങണം. നിന്റെ മനസ്സിനെ പാകപ്പെടുത്താനുള്ള ശ്രമം നീ നടത്തണം. കാരണം നഫ്സ് കൊണ്ടാണ് നീ മനുഷ്യനായത്, നിന്റെ ശരീരം കൊണ്ടല്ല.
നിന്റെ ശരീരത്തിൻ്റെ ആകാര വടിവ് കണ്ടോ, ആകാര സൗഷ്ഠവം കൊണ്ടോ, നീ വലിയ തടിച്ച നീളമുള്ള മനുഷ്യനാണ് എന്നതുകൊണ്ടോ, രോമാവൃതനാണ് എന്നതുകൊണ്ടോ ഒന്നുമല്ല. നെഞ്ചുവിരിച്ച് നടക്കാൻ നിനക്ക് കഴിയുന്നു 6 മാസത്തെ കഠിന പ്രയത്നം കൊണ്ട്. നിന്റെ കൈ നല്ല വണ്ണം വെച്ച് കാണുന്നുണ്ട്, ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതൊന്നുമല്ല നിന്റെ മനുഷ്യത്വത്തെ തീരുമാനിക്കുന്നത്. മറിച്ച് അതിലപ്പുറം ആത്യന്തികമായി നീ മനുഷ്യനാകുന്നത് നിന്റെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോഴാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങണം എന്ന് ആ കവി നമ്മളോട് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദയത്തെ അഭിസംബോധന ചെയ്യുന്നത് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആൻ ഹൃദയത്തെ അഭിസംബോധന ചെയ്യുക. ആദ്യം ശരീരത്തെ അല്ല പരിവർത്തിപ്പിക്കുന്നത്, ഹൃദയത്തെയാണ് പ്രധാനമായും പറയേണ്ടത്. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, ഖുർആനിനെ കേൾക്കുമ്പോൾ അതിൻ്റെ ആശയതലത്തിലും അതിൻ്റെ പാരായണ വശ്യതയിലും അതിൻ്റെ ചിന്താ തലങ്ങളിലുമൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കൊരു കോരിത്തരിപ്പുണ്ടാകും. ആ കോരിത്തരിപ്പിനെ ആദ്യം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് അല്ലാഹ് സൂറത്ത് സുമറിൽ പറയുന്നുണ്ട് 39-ാം അധ്യായത്തിൽ, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. ചിലത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു രോമാഞ്ചമുണ്ടാകും. തലീനു ജുലൂദുഹും, പക്ഷേ അതിലപ്പുറം വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അവരുടെ ഹൃദയവും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലേക്ക് മൃദുലമാകും, വിനയപ്പെടും, വിനയപ്പെടണം, മൃദുലമാകണം, നൈസാകണം എന്ന് ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്തുകൊണ്ടവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനം കാണാൻ കഴിയും. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണം ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഒരു ഇറച്ചി കഷ്ണമുണ്ട് ശരീരത്തിൽ. ഇദാ സലഹത് സലഹൽ ജസദു കുല്ല, അത് നന്നായാൽ ശരീരമാസകലം നന്നാവും, ആളാകെ നന്നായി. എന്നാൽ എത്ര ഗംഭീരനായിരുന്നാലും ശരി, അത് കേടായാൽ ഇദാ ഫസദത്, അത് മോശമാണെങ്കിൽ ഫസദൽ ജസദു കുല്ലു, ആ ശരീരമൊക്കെ മോശമാണ്. ഏത് അർത്ഥത്തിലായിരുന്നാലും ശരി, നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, അതത്രേ ഹൃദയം. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ തലച്ചോറിനോട് മാത്രമല്ല, അവന്റെ ഹൃദയത്തോടും സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആനിനെ വായിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഒരു പ്രയോഗം സൂറത്തുൻ നിസാഇൽ കാണാം, സൂറത്ത് മുഹമ്മദിൽ കാണാം. അവിടെ ഒരിടത്ത് വചനം ഇങ്ങനെയാ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എത്ര ശ്രദ്ധേയമായ വചനം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചന നടത്തുന്നില്ലേ, ആഴത്തിൽ ആലോചിക്കുന്നില്ലേ അവരുടെ വായനയിൽ ഖുർആനിനെ സംബന്ധിച്ച്, ഖുർആനിലെ വചനങ്ങളെ സംബന്ധിച്ച്, ആശയങ്ങളെ കുറിച്ച്. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയങ്ങൾ ലോക്കിടപ്പെട്ടിരിക്കുന്നുവോ? പലരും ഇന്ന് ഖുർആൻ വായിക്കുന്നത് അങ്ങനെയാ, ഹൃദയം പൂട്ടി വെച്ചിട്ട് ഇങ്ങനെ വായിക്കുക, അധര വായന, വ്യായാമം മാത്രം, ശബ്ദം മാത്രം, ആശയമില്ലാത്ത വായന. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകെ കൊണ്ട് തന്നെ ആശയമറിയാതെ അർത്ഥമറിയാതെ ഉരുവിടുന്നതിന് പോലും പ്രതിഫലമുണ്ട്. അൽ മുതഅബ്ബദു ബിതിലാവതിഹി, പാരായണം കൊണ്ട് തന്നെ ഇബാദത്തായി പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് ഖുർആനിന്റെ പാരായണം, നിസ്സംശയം. അള്ളാഹു നമുക്കൊക്കെ അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. ഒരുപാട് ഖത്തം ചെയ്തവരുണ്ട്, ഒരുപാട് വായിച്ചവരുണ്ട്, മനഃപ്പാഠമാക്കിയവരുണ്ട്. അതിനൊക്കെ പ്രതിഫലം നൽകപ്പെടട്ടെ. പക്ഷേ അതിലേറെ അത് ജീവിതത്തോട് ചേർത്തു വെക്കാനുള്ളതാണ്, ജീവിക്കാനുള്ള ഗ്രന്ഥമാണ്, അലങ്കാരത്തിനുള്ള പുസ്തകമല്ല, ജീവിതത്തിൻ്റെ ഭൂപടമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഈ വിഷയത്തിൻ്റെ ആമുഖമായി നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താ? സമ്പത്തില്ലാത്തതല്ല,
സമ്പത്തിൻ്റെ ദാരിദ്ര്യമല്ല മനുഷ്യൻ്റെ ദാരിദ്ര്യം. ആരോഗ്യത്തിൽ അനുഭവപ്പെടുന്ന ഏതെങ്കിലും സമയങ്ങളിലെ ചില കുറവുകളല്ല മനുഷ്യൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം. മക്കളില്ലാത്ത പ്രശ്നമല്ല മനുഷ്യൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം. അതിലൊക്കെ അപ്പുറം നിർഭയത്വമില്ലായ്മയാണ്, സമാധാനം അനുഭവിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് വയറു നിറഞ്ഞിരിക്കുന്നു, പക്ഷേ ഹൃദയം ശൂന്യമായി നിൽക്കുന്നു എന്നതാണ്. വയറു നിറയ്ക്കും, ഹൃദയം നിറയ്ക്കുന്നില്ല. ഹൃദയം ഒരുപാട് നല്ല ചിന്തകളാൽ സമൃദ്ധമായി നിൽക്കേണ്ടവരാ മുസ്ലിംകൾ, അല്ല നമ്മളൊക്കെ, മനുഷ്യരൊക്കെ. പക്ഷേ അങ്ങനെയുള്ള നല്ല ചിന്തകളെ ഒന്നും നിറച്ചു വെക്കാതെ നമ്മുടെ വയറിനെ മാത്രം നിറച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യരിൽ പലരും എന്ന് കാണാൻ കഴിയും. നമ്മുടെ വീടുകൾ അതേപോലെ തന്നെയാണ്. വീടുകളിൽ ആവശ്യമായത് സക്കീനത്താണ്. നമ്മുടെ വീടുകളിൽ ആവശ്യമായത് സക്കീനത്താണ്. സക്കീനത്താണ് ആവശ്യം എന്നതുകൊണ്ട് തന്നെ, ലക്ഷ്യം അതാകെ കൊണ്ട് തന്നെ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ മസ്കൻ എന്ന് ഭവനത്തെക്കുറിച്ച്, വീടിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വീടുകളിൽ നിറഞ്ഞു നിൽക്കേണ്ട സക്കീനത്തിന് പകരം ഫർണിച്ചറുകൾ നമ്മൾ ഒരുപാട് നിറച്ചിട്ടുണ്ട്. ഒരുപാട് വസ്തുവകകൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നിറച്ചിട്ടുണ്ട്. ആവശ്യമായ എല്ലാം നിറച്ചിട്ടുണ്ട്. പക്ഷെ സക്കീനത്ത് നിറയാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാറില്ല പലപ്പോഴും. അതാണ് ഇന്ന് അനുഭവിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ മനുഷ്യൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ കുഞ്ഞുങ്ങൾ ലഹരിക്കടിമപ്പെട്ടു പോവുകയോ ലഹരിയിലേക്ക് ചായ്ഞ്ഞു പോവുകയോ ചെയ്തതിൻ്റെ പോലും കാരണം പരിശോധിച്ച് നോക്കണം. ഇപ്പൊ ഇതുപോലുള്ള സംരംഭങ്ങളിൽ നമ്മുടെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബസമേതമായിരുന്നില്ലേ വരാറുണ്ടായിരുന്നത്? ആയിരുന്നില്ലേ? എൻ്റെയും നിങ്ങളുടെയും കൈപിടിച്ച് ഉപ്പ വന്നതായിരുന്നില്ലേ? അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചായിരുന്നില്ലേ വരാറുണ്ടായിരുന്നത്? ഇന്നും പരിശോധിച്ച് നോക്കൂ, നമ്മൾ ഒന്നിച്ചു വരാറുള്ള ആളുകളുടെ കുടുംബത്തിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്? കുറവല്ലേ? എന്നാൽ ഒരു 10 വർഷം കാലയളവ് പിന്നോട്ട് പരിശോധിച്ച് നോക്കൂ, ഇതിങ്ങനെ കുറഞ്ഞ ഒരു കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന കുട്ടികളല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ കുടുങ്ങിപ്പോയിരിക്കുന്നത് എന്ന് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കൂ. തീർച്ചയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെയൊക്കെ കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു പുസ്തകമല്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ പലപ്പോഴും ഖുർആനിനെ ഒരു പുണ്യഗ്രന്ഥം എന്നൊരു പദത്തിൽ മാത്രം ഒതുക്കി. ഒരു പുണ്യഗ്രന്ഥമാണ്, മുബാറക്, കിതാബുൻ മുബാറക്കാണ്, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. പക്ഷെ എന്തുകൊണ്ടാ? നോക്കൂ, വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിയ ചില പ്രയോഗങ്ങളിൽ ഒന്ന് ഹുദൽ ലിന്നാസ്, മാനവർക്ക് മാർഗദർശനമാണ് എന്ന് പറഞ്ഞു. മാനവർക്ക് മാർഗദർശനമാണ്. പദത്തിൽ കുടുങ്ങിപ്പോകരുത് കേട്ടോ, മാർഗദർശനം എന്ന വാക്കിൽ ഒതുങ്ങിപ്പോകരുത്. പലപ്പോഴും അറബി ഭാഷയിലെ പദങ്ങൾക്ക് മലയാളത്തിൽ ഒരു പദത്തെ പൂർണ്ണമായി കൊടുക്കാൻ കഴിയില്ല. 12 ലക്ഷത്തിലധികം അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പദങ്ങൾ അറബി ഭാഷയിലുണ്ട്. മലയാളത്തിൽ എത്ര പദങ്ങളുണ്ടാവും? പരിശോധിച്ച് നോക്കിക്കോളൂ. മലയാളത്തിൽ എത്ര പദങ്ങളുണ്ടാവും? ആ അറബി പദങ്ങളിൽ തന്നെ വളരെ ചുരുക്കം പദങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും ഖുർആനിന്റെ ചില പദങ്ങൾക്ക് മലയാളത്തിൽ തുല്യമായ ഒരു അർത്ഥം കൽപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചില പദങ്ങളിൽ, മലയാളീകരിക്കപ്പെട്ട ചില പദങ്ങളിൽ ഒതുങ്ങിപ്പോകരുത് നമ്മളുടെ ഖുർആനിന്റെ ആശയം എന്ന്. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനം എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും അനുഭവിക്കുന്നതോ പെട്ടുപോയതോ ആയ മേഖലകളുണ്ട്. ഓരോ മനുഷ്യന്റെയും ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അവിടെയെല്ലാം അവനാവശ്യമായത് നൽകാൻ കഴിയുന്ന പാകതയുള്ള, വളർച്ചയുള്ള, പൂർണ്ണമായ ഒരു ഗ്രന്ഥമാണ്, വഴികാട്ടിയാണ്. ഒറ്റ വാക്കിൽ പല പദങ്ങളെയും ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നർത്ഥം. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിയത്. ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലുള്ള പ്രയാസങ്ങൾക്ക് ശിഫയാണെന്ന് പഠിപ്പിച്ചു, ശമനമാണെന്ന് പഠിപ്പിച്ചു. റൂഹാണെന്ന് പഠിപ്പിച്ചു. നൂറുൻ പ്രകാശമാണെന്ന് പഠിപ്പിച്ചു. ദിക്ർ ഉത്ബോധനമാണ്, തിരിച്ചറിവാണ് എന്ന് പഠിപ്പിച്ചു. നമുക്കൊരു വചനം പരിശോധിക്കാം. 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 57-ാമത്തെ വചനം.
യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും وشفاء لما في الصدور وهدى ورحمة للمؤمنين يا أيها الناس قد جاءتكم موعظة من ربكم قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. 4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ചില ഉപദേശങ്ങൾ വന്നിരിക്കുന്നു. കോറിലേറ്റഡ് ആണ് ഈ 4 പദങ്ങളും കേട്ടോ. ഉണ്ടല്ലേ, ഇവിടെ കൊടുക്കുമല്ലോ. മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഉപദേശങ്ങൾ വന്നിരിക്കുന്നു. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ വശിഫാഉ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും. അങ്ങനെയായാൽ ഇതിലും വലിയ വഴികാട്ടി ഏതാ ഉള്ളത്? ഹുദൻ. അതാണ് ഏറ്റവും വലിയ റഹ്മ, കാരുണ്യം. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതാണ് അള്ളാന്റെ ഫദ്ല്, അതാണ് അള്ളാന്റെ റഹ്മത്ത്. ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെ നിങ്ങൾക്ക് നൽകി എന്നത്. അതുകൊണ്ട് മനുഷ്യർ സ്വരുക്കൂട്ടുന്ന ഏതൊന്നിനേക്കാളും അവന് ഏറ്റവും ഗുണം ദൈവിക മാർഗദർശനത്തെ അനുഗമിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, പറഞ്ഞു വന്നതിൽ നിന്ന് ഒന്നുകൂടെ ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഹൃദയം മനുഷ്യന് അസ്വസ്ഥമാകുന്നത്? എന്തുകൊണ്ടാണ് ഹൃദയം അസ്വസ്ഥമാകുന്നത്? ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, അതിരുകളില്ലാത്ത മോഹങ്ങൾ മനുഷ്യനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അതിരുകളില്ലാത്ത മോഹങ്ങൾ, ചെറിയ കുട്ടി മുതൽ. നമ്മളിൽ നിന്ന് അവർ പഠിച്ചതോ അതല്ലെങ്കിൽ നമ്മളും അവരെ പോലെ ആയിരുന്നോ? അതിരുകളില്ലാത്ത മോഹങ്ങൾ മനുഷ്യനെ പലരെയും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി അതിന് കുറേ വഴികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഈ അസ്വസ്ഥതയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലൗ കാന ലബ്നി ആദം വാദിയാനി മിൻ ദഹബ് ലബ്തഗാ സാലിസം മിൻഹുമാ. ഒരുത്തന് 2 സ്വർണ്ണക്കടകളുണ്ടെങ്കിൽ, താഴ്വരാന്ന് പറഞ്ഞ്, മൂന്നാമതൊരുന്നുകൂടെ തുറക്കാൻ, ഓപ്പൺ ചെയ്യാൻ, ലോഞ്ചിങ് സൂൺ, അല്ലേ? അങ്ങനെയാണ്. പിന്നെ അടുത്തതിന് അത് അയാളെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. സമ്പത്ത് വർദ്ധിക്കണം, അല്ലെങ്കിൽ ഒരുപാട് വേണം, ഒരുപാട് വിഭവങ്ങൾ വേണം എന്നത് മനുഷ്യനെ ഇങ്ങനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുക. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 കിട്ടുകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകയാൽ ആയുധമാണ് ആശ്ചര്യമെന്നതും. 10,000 വേണമെന്ന് തോന്നുന്നു. അത് പഴയ കവിതയാണ്, അതുകൊണ്ടാട്ടോ 10 100 പറഞ്ഞ് വലിയ സംഖ്യ വെക്കണം. അപ്പം അങ്ങനെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം. റസൂലുള്ളാഹി കൃത്യമായി പഠിപ്പിച്ചു, ആ ഒരു അസമാധാനം, ആ അസ്വസ്ഥത ഇല്ലാതിരിക്കാൻ മനുഷ്യൻ പ്രാരംഭം മുതൽ കാണേണ്ട ഒരു കാര്യം, അവൻ്റെ പ്ലാനിങ്, ഒരിക്കലും മുകളിലേക്ക് നോക്കണ്ട. എങ്ങോട്ട് നോക്കണം? താഴേക്ക് നോക്കണം. ലാ തൻദുറു ഇലാ മൻ ഹുവ അസ്ഫല ഔ അഅല മിൻകും. നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യൂ? ഉൻദുറു ഇലാ മൻ
അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ. വദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ തള്ളിപ്പറയാതിരിക്കാൻ അതാണ് ഏറ്റവും യോഗ്യമായ കാര്യം, യോജിച്ച കാര്യം. വീടിന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല, ജോലിയുടെ, കാശിന്റെ, വാഹനത്തിന്റെ, സൗകര്യങ്ങളുടെ ഒന്നിനും ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറയണമെന്നില്ല. ആവശ്യമുള്ളതൊക്കെ തേടാം, ദുനിയാവിൻ്റെ വിഭവങ്ങളൊക്കെ തേടിപ്പിടിക്കാം. നിനക്കുള്ള വിഭവങ്ങളെ നീ മറക്കണ്ട, ഓടിക്കോ, നെട്ടോട്ടോടി നിന്റെ മറ്റു കാര്യങ്ങൾ മറന്നു പോകരുത്. ആത്യന്തികമായ കാര്യം മറന്നു പോകുന്നു. അങ്ങനെ അതിരില്ലാത്ത ആഗ്രഹങ്ങൾ, താരതമ്യ ജീവിതം പലപ്പോഴും മനുഷ്യനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതാണ്, ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. താരതമ്യ ജീവിതം പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പല ദമ്പതികളെയും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് പോലും ഇത്. കാരണം അവരെപ്പോലെ അവളെപ്പോലെ നീ ആയില്ല, അവളെ നിനക്ക് നോക്കിക്കൂടെ, അവൾ നോക്ക് എത്ര സുഖകരമായിട്ടാണ്, അയാളെപ്പോലെ നിങ്ങളാകുന്നില്ലല്ലോ. തിരിച്ചും ഇങ്ങനെ താരതമ്യം, കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യുക. തൻ്റെ കുട്ടിയുടെ കഴിവിനെ കണ്ടിട്ട് ആ കഴിവിനൊത്ത ഒരു മേഖലയിലേക്ക് കുട്ടിയെ തിരിക്കുന്നതിന് പകരം ആ കുട്ടിയുടെ കഴിവ് കണ്ടിട്ട് അതിലേക്ക് എൻ്റെ മകളെ ഉയർത്താൻ വേണ്ടി വെപ്രാളപ്പെടുന്ന മാതാപിതാക്കൾക്ക് എവിടെയാ സ്വസ്ഥത ഉണ്ടാവുക? അസ്വസ്ഥമാവുകയാണ് മനുഷ്യർ പലപ്പോഴും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കൃത്രിമ ജീവിതങ്ങളുമായി ജീവിതത്തെ താരതമ്യം ചെയ്യുന്നവരുണ്ട്. ഫിലിമുകളിലും സിനിമകളിലും ആൽബങ്ങളിലും കാണുന്ന ജീവിതത്തെ താരതമ്യം ചെയ്യുന്നു തൻ്റെ ജീവിതത്തോട്. അങ്ങനെ പലരും അസ്വസ്ഥമാകുന്നുണ്ട്. അള്ളാഹുവിനേക്കാൾ, ഏറ്റവും ശബ്ദത്തിൽ പറയേണ്ട കാര്യം, അള്ളാഹുവിനേക്കാൾ സൃഷ്ടികളോട് അമിതബന്ധം പുലർത്തുന്ന ആളുകളും അസ്വസ്ഥരാണ് എപ്പോഴും. അള്ളാഹുവിനേക്കാൾ സൃഷ്ടികളോട് അമിതമായ ബന്ധം പുലർത്തുന്ന ആളുകൾ അസ്വസ്ഥരാണ്. പാപങ്ങളുടെ ഭാരം ഏറെയുള്ളവർ അങ്ങേയറ്റം അസ്വസ്ഥരാണ്. ദിക്റിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നവർ, വിശുദ്ധ ഖുർആനിന്റെ ബന്ധത്തിന്റെ ക്ഷയം, ഇതെല്ലാം തന്നെ മനുഷ്യനെ അസ്വസ്ഥമാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. സൂറത്തുർ റഅദിലെ 28-ാമത്തെ വചനത്തിൽ കാണാം, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് ശാന്തത അനുഭവിക്കാൻ കഴിയുക അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ദിക്റിലൂടെ മാത്രമാണ്. ഒരുപാട് ഭൗതികമായ വിഭവങ്ങൾ തൻ്റെ കൈപ്പിടിയിൽ ഉണ്ട് എന്നത് മാത്രം അയാൾക്ക് ശാന്തത കൈവരിക്കാൻ സാധ്യമല്ല. എന്നാൽ അത് അയാളെ സഹായിച്ചേക്കാം. ആത്യന്തികമായി അള്ളാഹുവിലുള്ള ദിക്റുള്ളവൻ അല്ലാത്തവനൊന്നും നമ്മളാരും അറിയണില്ല. അത് അവൻ മാത്രം അനുഭവിക്കുന്ന കാര്യമാണ്. അത് വേറൊരാൾക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണേൽ നിങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കാം. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്, സമ്പത്തിലൂടെയാണ് ശാന്തി എന്ന് പറഞ്ഞിട്ടില്ല, പ്രശസ്തിയിലൂടെയാണ് ശാന്തി എന്ന് പറഞ്ഞിട്ടില്ല, അധികാരത്തിലൂടെയാണ് ശാന്തി എന്ന് പറഞ്ഞിട്ടില്ല. വ്യക്തവും നിർണായകവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു, ദിക്റിലൂടെ മാത്രമാണ്, തന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തിലൂടെ മാത്രമാണ് ഏത് സാഹചര്യങ്ങളിലും, പ്രതികൂല ഘട്ടങ്ങളിലും, ഇല്ലായ്മകളിലും, വേദനകളിലുമൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. ഈ അടുത്തൊരു സഹോദരി പറഞ്ഞ വർത്തമാനം, എന്നോട് എൻ്റെ റബ്ബിനെന്തോ സ്നേഹമുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്നോ ആത്മഹത്യ ചെയ്തേനെ എന്ന്. അങ്ങനെ ചിന്തിക്കാൻ കഴിയണം. തൻ്റെ കുടുംബത്തിൽ നിന്ന്, തൻ്റെ ഇണയിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടതൊന്നും ഒരിടത്തു നിന്നും, ഭൗതികമായ ഇടങ്ങളിൽ നിന്നൊന്നും കിട്ടാതെ വന്ന് ആകെ വെപ്രാളപ്പെടുന്ന ജീവിതം മുട്ടി നിൽക്കുന്ന ഒരു സഹോദരിയുടെ വർത്താനം.
ഒരു കുടുംബം, ദമ്പതികൾ രണ്ടുപേരും ആത്മഹത്യക്ക് വേണ്ടി തീരുമാനമെടുത്ത് മക്കൾ എന്തായാലും ശരി നമുക്ക് പോകാം എന്ന തീരുമാനമെടുത്തിടത്ത് നിന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ദിക്ർ അവർക്ക് ഒരു ചെറിയ സ്പാർക്കിംഗ്. അന്നു മുതൽ അവർ ഖുർആൻ പഠിതാക്കളാ, ഇന്നതിൻ്റെ പ്രചാരകരാ, സന്തോഷത്തോടെ ജീവിക്കുന്നു. അന്ന് വരെ അനുഭവിച്ചിരുന്ന രോഗങ്ങളോ സാമ്പത്തിക പ്രയാസങ്ങളോ ഇന്നും പരിഹരിച്ചിട്ടില്ല. പക്ഷേ അന്നത്തേതിനേക്കാൾ ഇന്ന് അവർ സുന്ദരമായി സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് കുറേ പൈസ നമ്മുടെ തലവണയ്ക്ക് പകരം കാശിൻ്റെ കെട്ട് തലക്ക് വെച്ച സമാധാനം കിട്ടുമല്ലേ? പോവുക ഉള്ളത് പോവും. ഒരു തലയണയുടെ വണ്ണത്തിൽ, നീളത്തിൽ, വീതിയിൽ നമുക്ക് കാശിന്റെ കെട്ട് എന്നിട്ട് തല വെച്ച് കിടന്നോന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടുമെന്ന്. ഉറക്കം കിട്ടൂല, സമാധാനമില്ല. ഓട്ടോ ഒരു 50,000 രൂപയും കൊണ്ട് വണ്ടിയിൽ ഓടാൻ നമുക്ക് ധൈര്യം ഉണ്ടെന്ന് സമാധാനം കിട്ടൂല. അത് 2 കീശയിലാക്കണം, ഒരു കീശയെ കൊണ്ടുപോകാൻ പറ്റൂല. പൈസ കുറെ ഉള്ളത് കൊണ്ടൊന്നും സമാധാനം കിട്ടുമെന്ന് ആരും വിചാരിക്കരുത് എന്നാ നേരത്തെ തന്നെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഒരു ഉപദേശം മാത്രമല്ല, മനുഷ്യ ഹൃദയത്തിന്റെ സ്രഷ്ടാവ് നൽകിയ ജീവിത നിയമമാണ് എന്ന് മനസ്സിലാക്കണം. ഒരു ചോദ്യം ചോദിക്കും നമ്മൾ, അവസാനമായി എപ്പോഴാ ഖുർആൻ തുറന്ന് അതിലെ ഒരായത്ത് ഹൃദയത്തോടെ വായിച്ച് അതിന്റെ അർത്ഥത്തെക്കുറിച്ച് നിശബ്ദമായി ചിന്തിച്ചത്? ഞാൻ ഇന്നലെ കേട്ട ഏറെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമുണ്ട്. എന്നോട് പറഞ്ഞ വ്യക്തിയെയോ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളുടെയോ നാമം ഞാനിവിടെ പറയുന്നില്ല. സങ്കല്പിക്കുക, ഒരു മനുഷ്യൻ വളരെ ചിന്തകനായ, വളരെ വലിയ ചിന്തകനായ, ചിന്തയുടെ ലോകത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു നാൾ പ്രഘോഷിച്ച ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ. അയാൾ വിശുദ്ധ ഖുർആനിൻ്റെ അനുയായിയല്ല, മീൻസ് മുസ്ലിം നാമധാരിയല്ല. അങ്ങനെ ഒരു മനുഷ്യൻ, അദ്ദേഹം ഇടപഴകിക്കൊണ്ടിരുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ, അയാളുമായി സംസാരിക്കുന്നു, അയാൾ വായിക്കുന്ന പുസ്തകങ്ങളെ കാണുന്നു, അയാളുടെ മേശപ്പുറത്ത് വെച്ച വിശുദ്ധ ഖുർആനിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകൾ കാണുന്നു, അയാൾ അത് കൊണ്ടുപോകുന്നു, വായിക്കുന്നു. അങ്ങനെ കാലം കഴിഞ്ഞു പോയി. വേറെ വർത്തമാനങ്ങളൊന്നുമില്ല, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊന്നുമില്ല. അയാൾ ജീവിതത്തെ കാണുന്നു, അയാൾ കുറെ വായിക്കുന്നു, അയാൾ പ്രപഞ്ചനാഥനെക്കുറിച്ച് ഒരു വേദഗ്രന്ഥത്തിലൂടെ വായിക്കുന്നു, അത്രമാത്രം. പിന്നീട് അയാൾ രോഗാവസ്ഥയിൽ കിടക്കുന്നു. മാരകമായ രോഗത്തിൻ്റെ 4th സ്റ്റേജിൽ കിടന്ന അദ്ദേഹം ഒരു ദിവസം തൻ്റെ കുടുംബത്തിലെ അടുത്ത ആളോട് പറഞ്ഞു, എനിക്ക് ഇന്നയാളെ കാണണം. ആദ്യം അയാൾ ആരുടെ കൂടെയായിരുന്നോ ജോലി ചെയ്തിരുന്നതും ആരിൽ നിന്നായിരുന്നോ ഇത് വായിച്ചിരുന്നതും അദ്ദേഹത്തെ കാണണം. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വിളിക്കപ്പെടുന്നു. ഈ രോഗിയെ കാണാൻ ആശുപത്രിയിൽ ആർക്കും പ്രവേശനമില്ല. ഏതായിരുന്നാലും ഇദ്ദേഹം ചെന്നു. ഇദ്ദേഹത്തിന് ഫോൺ വിളി വന്നു. ഇദ്ദേഹം ആ ആശുപത്രിയിൽ, ദൂരെ ദിക്കിൽ എത്തി നോക്കുമ്പോൾ അവിടെ ഒരുപാട് വ്യത്യസ്ത മതങ്ങളിലെ ഉന്നത തലത്തിലുള്ള ആളുകൾ, വലിയ അച്ഛന്മാരും വലിയ സ്വാമിമാരും ഒക്കെ കാത്തിരിപ്പുണ്ട്. പക്ഷേ ഉള്ളിൽ കയറാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെയാണ് ഉള്ളിൽ നിന്നൊരാൾ പുറത്തേക്ക് വരുന്നു. ആരാണ് ഇന്നയാൾ? ആ ആളുടെ എന്ന ആൾ ആരാണ് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ഒരു സാധാരണ കോലത്തിലുള്ള മനുഷ്യൻ, ഒരുപാട് വേഷഭൂഷാദികളുള്ള വലിയ ആളുകൾ നോക്കുന്നു. ഞങ്ങൾ ഇത്ര നേരമായല്ലോ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾക്കൊന്നും കയറാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യം എന്ന് പറയണം. അങ്ങനെ ഈ മനുഷ്യൻ ഉള്ളിൽ കയറുന്നു. ഉള്ളിൽ കയറിയിട്ട് രോഗി ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് പറയുന്നു, എനിക്ക് ഈ വെളിച്ചം തന്നത് നിങ്ങളാണ് സർ. മറ്റ് സംസാരമൊന്നുമില്ല. അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. 2 ആഴ്ച കഴിഞ്ഞു അദ്ദേഹം മരണപ്പെട്ടു. ഇദ്ദേഹം പറയാണ്, ഒരു പ്രസംഗത്തിലോ ഒരു ചർച്ചയിലോ എനിക്ക് അയാളെക്കുറിച്ച് അയാൾ ഇങ്ങനെ പരിവർത്തിതനായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് മരിച്ചതെന്നോ പറയാൻ പറ്റില്ല. ശരിയാ, പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു അനുഭവം ഉണ്ടായത് ഇതേപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ ഇതുപോലെ തൻ്റെ ആരാധനാ മുറിയിലെ വിഗ്രഹങ്ങളെയൊക്കെ അദ്ദേഹം മാറ്റിവെച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അവനെ മാത്രമേ ആരാധിക്കാവൂ കുടുംബത്തോട്. 2-ാം ദിവസം അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും വിശുദ്ധ ഖുർആനിനെ വായിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ എന്നോട് ചോദിക്കുന്നത്, നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന മരത്തിൻ്റെയോ കല്ലിൻ്റെയോ ഒരു ബിംബത്തെയോ ഒന്നും വെച്ചിട്ടില്ല എന്നത് ശരി തന്നെ ആയിരിക്കാം.
പക്ഷേ നമ്മുടെ മനസ്സിൽ ഏക ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും അങ്ങനെ ഒരു ഘട്ടം, അങ്ങനെ ഒരു വളർച്ച ഞാനും നിങ്ങളും നമ്മുടെ ഈ സമൂഹം നേടിയിട്ടുണ്ടോ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലാഹു ഖുർആനിനെ ഹൃദയങ്ങളുടെ ചികിത്സ എന്ന് വിശേഷിപ്പിച്ചത് എന്നും ഹൃദയത്തിലെ രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും അവയെ എങ്ങനെ ചികിത്സിക്കാമെന്നും ഒക്കെ നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ അതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓതി വെച്ച 10-ാം അധ്യായം യൂനുസിലെ 56-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഒരു പ്രയോഗം തന്നെ രണ്ടാമത്തെ പ്രയോഗം ഇതാണ്: ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. ഹൃദയാന്തരങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്ന്. എങ്ങനെയാണത് ശമനമാകുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ രോഗങ്ങൾ? നമുക്ക് ശാരീരികമായ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചാൽ, പനി ബാധിച്ചാൽ, അല്ലെങ്കിൽ ജലദോഷം ബാധിച്ചാൽ, അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നാൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മളെന്താ ചെയ്യുക? വേഗം ഡോക്ടറെ കാണിക്കും. നമ്മൾ ഏത് ഡോക്ടറാണോ, അലോപ്പതി ആണോ, ഹോമിയോ ആണോ, അല്ല ആയുർവേദമാണോ, അല്ല അക്യുപഞ്ചറാണോ, ഏതാണോ അവിടെ പോകും. നമ്മൾ ഒരു ഡോക്ടറെ കാണും. നമ്മൾ ആ ഡോക്ടറെ കാണും, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, മരുന്ന് കഴിക്കും, വിശ്രമിക്കും. കാരണം എന്താ? ശരീരത്തിന് രോഗം വന്നാൽ ചികിത്സ വേണം, നമുക്കൊക്കെ അറിയാം. ശരീരത്തിന് രോഗം വന്നാൽ ചികിത്സ വേണം എന്ന് നമുക്കറിയാം സഹോദരിമാരെ, ഉമ്മമാരെ, സുഹൃത്തുക്കളെ. ശരീരത്തിന് രോഗം വന്നാൽ ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം എന്ന് നമുക്കറിയാം. ഒരു മാസം മരുന്ന് കഴിക്കാൻ, 2 ആഴ്ച മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ 2 ആഴ്ച നമ്മൾ കഴിക്കും. അത് ഗ്യാപ്പിടൂല. ഗ്യാപ്പിട്ടാൽ വീണ്ടും 2 ആഴ്ച കഴിക്കേണ്ടി വരും. ആ ഡോസ് അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യാത്രയിൽ നമ്മൾ നമ്മുടെ മരുന്ന് കൊണ്ടു നടക്കും. യാത്രയിൽ നമ്മുടെ ബാഗിൽ മരുന്നുണ്ടാവും. വിദേശത്തേക്ക് പോകുമ്പോൾ മറന്നു പോകാതെ സൂക്ഷിക്കുന്ന ഡോക്ടറുടെ കുറിപ്പടി അടക്കം കൊണ്ടുപോകും നമ്മൾ. കാരണം മരുന്നെൻ്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ ശരീരത്തിൻ്റെ രോഗം, പ്രയാസം പരിഹരിക്കപ്പെടണമെങ്കിൽ ഞാൻ ഈ മരുന്ന് കഴിക്കണം എന്നും. ഫാമിലി ഡോക്ടർ ഇല്ലാത്തവരില്ല നമുക്കൊക്കെ. അങ്ങനെയാണ്. ശരീരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ കവിതയും വിശുദ്ധ ഖുർആൻ വചനവും ഒക്കെ ഇവിടേക്ക് ചേർത്ത് വെക്കണേ. എന്നാൽ നമ്മുടെ ഹൃദയത്തിന് ഒരു രോഗം വന്നാൽ, മീൻസ് ഹൃദയം എന്ന അവയവത്തിന് വരുന്ന പമ്പിങ്ങിൻ്റെ പ്രയാസമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിനൊരു രോഗം വന്നാൽ, നമ്മുടെ ഉള്ളിലൊരു രോഗം വന്നാൽ, രോഗം എന്ന പദം വിശുദ്ധ ഖുർആനിൽ 12 സ്ഥലങ്ങളിലാണ് വന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. മറദ് എന്ന പദം ഈ 12 സ്ഥലങ്ങളിലും മറദ് എന്ന പദത്തോട് ചേർത്ത് വെച്ചത് ഹൃദയം എന്ന പദമാണ്. ഹൃദയത്തിൻ്റെ രോഗത്തെക്കുറിച്ചാണ് പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത്. ഫീ ഖുലൂബിഹിം മറദ് എന്ന് പറയുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദ എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ രോഗം വന്നാൽ എന്തൊക്കെയാ ഹൃദയത്തിന്റെ രോഗങ്ങൾ? നമ്മുടെ മനസ്സിന്റെ രോഗങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, അഹങ്കാരമുണ്ട്, അസൂയയുണ്ട്, നിരാശയുണ്ട്, ഭയമുണ്ട്, അമിതമായ ദുഃഖമുണ്ട്, പാപങ്ങളുണ്ട്, ഇങ്ങനെ പലതുണ്ട്. ഇവയ്ക്കെല്ലാം നമ്മൾ എവിടെയാ ചികിത്സ തേടുന്നത്? ആരാ ഇതിനൊക്കെ ചികിത്സ തേടാറുള്ളത്? അഹങ്കാരം ഒരു രോഗമാണ്, ചികിത്സ തേടണം. അസൂയ ഒരു രോഗമാണ്, ചികിത്സ തേടണം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇതിന് രോഗം വരാനുള്ള കാരണം ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്നതാണ്. ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടാൻ 4 കാരണങ്ങൾ പറയുന്നതിൽ ഒരു കാരണം ഇതാണ് നമ്മുടെ മനസ്സിന് സംഭവിക്കുന്ന രോഗങ്ങളാണ്. അത് റസൂലുള്ളാഹിയും വിശുദ്ധ ഖുർആനും അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. രോഗം വരാനുള്ള വലിയൊരു കാരണം അതാണ്, മനസ്സാണ്. പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നുള്ളത് മാത്രമല്ല, അസൂയയും അഹങ്കാരവും പകപോക്കലുമൊക്കെ നമ്മുടെ മനസ്സിൽ തെറ്റായ ഒരുപാട്, നമ്മുടെ ശരീരത്തിൽ തെറ്റായ ഒരുപാട് ഹോർമോണുകൾ ഉണ്ടാക്കുന്ന ആ രോഗങ്ങളിൽ നിന്ന് പരിഹാരം കാണാനാണ് വിശുദ്ധ ഖുർആനിലെ മൗഇദത്ത് എന്നാണ്. ഭയവും ഉത്കണ്ഠയും എങ്ങനെ പരിഹരിക്കും? ഭയവും ഉത്കണ്ഠയും വരുന്ന ആശങ്കയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതിയായ ദുഃഖം മനുഷ്യനെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും? ഒരുപാട് പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഇത് പരിഹരിക്കാൻ കഴിയുക, നിനക്കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരു കാര്യവും പൂർണ്ണമായും നിവർത്തിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മാത്രം സാധ്യമല്ല. മനുഷ്യ, നീ അപൂർണനാണ്. നീ ജീവിക്കുന്നതോ അപൂർണതയുടെ ലോകത്താണ്. പൂർണ്ണത തേടരുത്. നിന്റെ റബ്ബിന് മുമ്പിൽ കൈകൂപ്പണം എന്ന് പറഞ്ഞു. നിന്റെ റബ്ബിന്റെ മുമ്പിൽ കൈവിരിച്ച് പറയണം എന്ന് പറഞ്ഞു. അവനോട് യാചിക്കണം എന്ന് പറഞ്ഞു. തവക്കുൽ ബോധത്തെക്കുറിച്ചാണ് പറയുന്നത്.
വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 1, 2, 3 ആയത്തുകളായിരുന്നു ആമുഖമായി ഓതി കേൾപ്പിച്ചത്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. യാ അയ്യുഹൻ നബിയ്യു തഖില്ലാഹ് വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. പ്രവാചകരെ, ഇത്തഖില്ല, ഒന്നാമത്തെ നിർദ്ദേശം, ഇത്തഖില്ലാഹ്, അല്ലാഹുവിൽ ഭക്തിയുള്ളവനാകണം. ഇത് നമ്മളോടും പറയാം. നമ്മൾ ഇന്ന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അഹ്സാബ് സൂറത്ത് 33-ാം അധ്യായം തുറന്ന് ബിസ്മി ഓതിയാൽ ആദ്യം കാണുന്ന വചനം ഇതാ. ഈ വചനം ആരോടാ? നബിയോട് എപ്പോഴും പറയുന്നത്? ഇപ്പോഴും നബിയോടാണോ പറയുന്നത്? അല്ല, എന്റെ ആത്യന്തികമായ സമാധാനദായകമായ ഒരു മാർഗമാണിത്. നീ ഇത്തഖില്ലാഹ്, ഈ വിഷയത്തിൽ ആത്യന്തികമായ രക്ഷാമാർഗത്തെ സംബന്ധിച്ച് ആര് പറഞ്ഞാലും അവരെ അല്ല നീ അനുസരിക്കേണ്ടത്. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. അലീമും ഹക്കീമുമായ അല്ലാഹ് ഉണ്ട്, അവനെയാണ് നീ സൂക്ഷിക്കേണ്ടത്. അവനിൽ തഖ്വയുള്ളവനാകണം, അവനിൽ തഖ്വയുള്ളവനാകണം. ഉത്കണ്ഠയ്ക്ക് പിന്നെ മറ്റ് ഹേതുക്കളൊന്നും ഉണ്ടാവില്ല. നീ അവനിൽ തഖ്വയുള്ളവനായി ജീവിച്ചാൽ. തഖ്വ മീൻസ് ഒറ്റ പദത്തിൽ ഒതുക്കല്ലേ. നിന്റെ സാമ്പത്തികമായ ഇടപാടുകളിൽ അല്ലാഹുവിൽ തഖ്വയുള്ളവനാകൂ. എങ്ങനെ? കടം വാങ്ങിയാൽ എഴുതി വെച്ചോ, കൊടുത്താൽ എഴുതി വെച്ചോ. കടം കൊടുക്കേണ്ട ഒരാൾ നിന്റെ പരിസരത്തുണ്ട്, നിന്റെ കയ്യിൽ അല്പം ആസ്തിയുണ്ട്, കൊടുത്തോ. പലിശയുമായി ഇടപെടരുത്. ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പദത്തിൽ 2 വാക്കിൽ അവസാനിച്ചില്ല. ഇത്തഖില്ല ഫിൽ മുആമലാത്ത്, ഇത്തഖില്ല ഫിദ് ദൈൻ, ഇത്തഖില്ല ഫി എല്ലാ കാര്യത്തിലും ഇത്തഖില്ല. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. കാഫിറുകളും മുനാഫിക്കുകളുമായ ആളുകൾ ഈ ഓരോ വിഷയത്തിലും നിന്നെ മാറ്റിയിട്ടുണ്ടാകും, നിന്നെ ചതിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും. വലാ തുതി', അതൊന്നും നീ ഫോളോ ചെയ്യേണ്ട. നീ അനുഗമിക്കേണ്ടത് അല്ലാഹ് ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നതാണ്. ആണും പെണ്ണും തമ്മിലാണ് ഇണതുണ ജീവിതം നയിക്കേണ്ടത് എന്ന് സൗജൈനി ദക്കറ വൽ ഉൻസ എന്ന് അല്ലാഹ് പറഞ്ഞു. ഇത്തഖില്ല, നിന്റെ ദാമ്പത്യം ആണുമായോ പെണ്ണുമായോ അല്ല വേണ്ടത്. ഇത്തഖില്ല, നീ അവിടെയും അല്ലാഹനെ സൂക്ഷിക്ക്. നിനക്കൊരുപാടുണ്ട്, അവൾക്കൊന്നുമില്ല. അവളുടെ ദൂഷ്യങ്ങളെ കാണുമ്പോഴേക്ക് അടിച്ചമർത്തണ്ട. നീ അവളോട് ആശിറുഹുന്ന ബിൽ മഅറൂഫ്. ഇത്തഖില്ല, അല്ലാഹുവിൽ തഖ്വയുള്ള. അപ്പൊ നിനക്ക് യാതൊരു ഉത്കണ്ഠയും നേരിടേണ്ടി വരില്ല. നിനക്ക് യാതൊരു ഭയാശങ്കയും ഇല്ലാതെ ജീവിക്കാൻ കഴിയും. നമ്മൾ ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക, അല്ലാഹനെ സൂക്ഷിക്കുക. അതേതോ ഒരു സാധനത്തിൽ മാത്രം. എന്തൊക്കെ മേഖലകൾ ഉണ്ടാലോചിച്ച് നോക്കൂ, അവിടെ എല്ലാം തഖ്വ പാലിക്കണം. എന്നിട്ട് 2-ാമത്തെ വചനത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? വത്തബിഉ മാ യൂഹാ ഇലൈക മിർ റബ്ബിക് ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. വത്തബിഉ മാ യൂഹാ ഇലൈക മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് വഹ്യായി നൽകപ്പെട്ടതിനെ നീ അനുഗമിക്കണം. വിശുദ്ധ ഖുർആനിനെ അനുഗമിക്കൂ എന്ന് പ്രവാചകനോട്. പ്രവാചകന്റെ സുന്നത്തും വിശുദ്ധ ഖുർആനും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള വഹി തന്നെയാണ്. ആ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അനുഗമിക്കൂ എന്നാണ് ഈ വചനം എന്നോടും നിങ്ങളോടും, അല്ലെങ്കിൽ ആ അഹ്സാബ് സൂറത്തിലെ 2-ാം വചനം വായിക്കുന്ന വായനക്കാരനോട് ഓർമ്മപ്പെടുത്തുന്നത്. വത്തബിഉ മാ യൂഹാ ഇലൈക മിർ റബ്ബിക്, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഖബീർ ബിമാ തഅമലൂന ഖബീറൻ. എന്നിട്ട് പറഞ്ഞ കാര്യം, ഏത് സന്ദർഭത്തിലും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്തോ, നിനക്ക് കഴിയുന്നത്ര നീ സൂക്ഷ്മത പുലർത്തിക്കോ. വതവക്കൽ അലല്ലാഹ് വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വകീലാ. നീ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തോ. വകഫാ ബില്ലാഹി വകീല, വക്കീലായി അല്ലാഹ് മതി. വേറെ എവിടെയും കൊണ്ടാ സൃഷ്ടികളിൽ ആരുടെയെങ്കിലും അടുത്ത് പോയി നീ തവക്കുൽ ചെയ്യണ്ട. മൺമറഞ്ഞു പോയവർ മഹാന്മാക്കളാകട്ടെ അല്ലാത്തവരാകട്ടെ തവക്കുൽ ചെയ്യണ്ട. അവർക്കും നിന്നെപ്പോലെ പോരായ്മകൾ ഉണ്ടായിരുന്നു.
നീ നിന്റെ സാമ്പത്തിക പ്രയാസം പറഞ്ഞാണ് അവിടെ ചെന്ന് സമീപിച്ചതെങ്കിൽ അവരും മറ്റു പല വിഷയത്തിൽ അവരും ദാരിദ്ര്യം അനുഭവിച്ചവരായിരുന്നു, അവരുടെ സാമ്പത്തിക ശേഷിയും കുറവായിരുന്നു. നീ രോഗം പറഞ്ഞിട്ടാണെങ്കിൽ അവർ പലരും രോഗം ബാധിച്ചാ മരിച്ചത്. മാത്രമല്ല അവരൊക്കെ മരണപ്പെട്ടു പോയി. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുണ്ട്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും ഇല്ലാതെയാവാത്ത, മരിക്കാത്ത, ലം യലിദ് വലം യൂലദ്, അഹദായ അല്ലാഹ്, അവനിൽ മാത്രം നീ തവക്കുൽ ചെയ്യുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ഖുർആനിൽ ഒരു ചോദ്യം, സൂറത്ത് തലാഖിൽ 2-ാമത്തെ ആയത്തിൽ ഒരു ചോദ്യമാണ്. ആരാണോ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെ മതിയല്ലോ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹ് പോരെ തൻ്റെ ദാസന് എന്ന് ചോദിച്ച ചോദ്യം ഇന്ന് ടെൻഷൻ അനുഭവിക്കുന്നു, സ്ട്രെസ് അനുഭവിക്കുന്നു, ആങ്സൈറ്റി അനുഭവിക്കുന്നു, നാളെക്കുറിച്ച് ഭയപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിൽ ആശ്രയിക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിരാശ, തെറ്റ് ചെയ്തു പോയ പലരും നിരാശരായി ഉൾവലിയുന്നവരുണ്ട് അല്ലേ? തെറ്റ് ചെയ്തു പോയി, അതിൽ വല്ലാത്ത നിരാശ, എന്നിട്ട് പിന്നെ ഒരു കാര്യത്തിലും അവരുണ്ടാവില്ല, അവരാകെ ഇൻട്രോവേർട്ടായിട്ട് പ്രയാസം അനുഭവിച്ച് അവരങ്ങനെ ഉരുകിത്തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യത്തെ ഒന്ന് വായിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടോ കേൾക്കാൻ എത്തിപ്പെടാത്തത് കൊണ്ടോ ആണ് ഇന്നും അങ്ങനെ ആശങ്ക അനുഭവിക്കുന്നത് പല ആളുകളും. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 53-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്ന ഒരു കാരുണ്യമുണ്ട്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ആശ്വാസദായകമായ ചില വചനങ്ങൾ എന്ന് നിങ്ങളൊരു ഹെഡിങ് എഴുതിയാൽ ആദ്യം എഴുതാവുന്ന ഒരു വചനമാണ് 39:53. ആരെയാ അഭിസംബോധന ചെയ്തതെന്നറിയോ? പാപങ്ങൾ ചെയ്ത് പാപക്കറയാൽ അത് കഴുകിക്കളയാൻ കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റാതെ വിഷമിച്ചു പോകുന്ന ആളുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയവനായിരുന്നാലും ശരി, പോണോഗ്രാമിന് അടിമപ്പെട്ടവനായിരുന്നാലും ലഹരിക്ക് അടിമപ്പെട്ടവനായിരുന്നാലും ആരാധനകൾ നിർവഹിക്കാതെ അധർമ്മങ്ങൾ പ്രവർത്തിച്ച് നടന്നവനായിരുന്നാലും അന്യനെ അന്യായമായി രക്തം ചിന്താനും കൊല ചിന്താനും ഇറങ്ങി പുറപ്പെട്ടവനായിരുന്നാലും അന്യരുടേത് അപഹരിച്ചവനായിരുന്നാലും കച്ചവടത്തിൽ ഹലാൽ ഹറാം നോക്കാതെ പരമാവധി സമ്പാദിച്ചവനായിരുന്നാലും സമ്പാദിച്ച സ്വത്തിൽ സക്കാത്ത് ഇതുവരെ നൽകാത്തവനായിരുന്നാലും ആരായിരുന്നാലും കൂട്ടരെ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശ വേണ്ടാന്ന് നമ്മളോട് അള്ളാഹ് പറയാ. എത്ര ആശ്വാസം നോക്കി നിങ്ങള്. സൂറത്ത് ആൽ ഇംറാനിൽ ഒരു ചോദ്യമുണ്ട്, 3-ാം അധ്യായം ആൽ ഇംറാനിൽ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാതെ ആരാ പാപം പൊറുത്തരുക? അങ്ങനെ ഒരു പടച്ചതമ്പുരാനെ പരിചയപ്പെട്ടാൽ ജീവിതത്തിൽ നിരാശ ഉണ്ടാവില്ല. തഖ്വ വേണം, ഇത്തിബാഅ് വേണം, തവക്കുൽ വേണം. എണ്ണി പറഞ്ഞു വെച്ചോ, തഖ്വ, ഇത്തിബാഅ്, തവക്കുൽ. ഈ ഒന്നാമത്തെ തഖ്വ അല്ലാതെ തവക്കുലിൽ കാര്യം ഉണ്ടാവുക ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം, തവക്കുൽ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയാം. ഈ ആയത്തൊക്കെ എത്രയോ ജീവിതങ്ങളെ വീണ്ടും പ്രത്യാശയിലേക്ക് നയിച്ച വചനങ്ങളാണ് ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം അവസാനിപ്പിക്കാനായി അല്ലേ? 8:40 അവസാനിപ്പിക്കാം.
അവസാനിപ്പിക്കാം. ചുരുക്കം, നമ്മളിങ്ങനെ ചുരുക്കി വരാം. അപ്പോൾ അങ്ങനെ ഖുർആൻ ഹൃദയത്തെ ചികിത്സിക്കുന്നു എന്ന് പറയാം. ഞാനാണ് എല്ലാം എന്ന ചിന്തയെ വിശുദ്ധ ഖുർആൻ തകർക്കുന്നുണ്ട്. ഞാനാണ് എല്ലാം എന്ന് തോന്നിയാൽ അല്ലേ, മനുഷ്യന്റെ നിസാരമായ സൃഷ്ടിപ്പിന്റെ പ്രാരംഭഘട്ടത്തെ പരിചയപ്പെടുത്തിയത് എന്തിനാ? ഖുർആൻ ഒരു ബയോളജിക്കൽ ടെക്സ്റ്റ് ബുക്ക് അല്ലല്ലോ, ആണോ? ഖുർആൻ ഒരു ശാസ്ത്ര പുസ്തകമല്ല. എന്തിനാ ശാസ്ത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്? ഖുർആൻ ഒരു ബയോളജിക്കൽ ടെക്സ്റ്റ് ബുക്ക് അല്ല. പിന്നെ എന്തിനാ? നിങ്ങൾ ആലോചിച്ചു, സൂറത്ത് മുഅ്മിനൂനോ അതല്ലെങ്കിൽ സൂറത്തു സജ്ദയെ ഒക്കെ എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ അള്ളാഹനെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം സുമ്മ ഇസ്തവാ അലൽ അർശ് മാ ലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീ അഫലാ തതദക്കറൂൻ. എന്തിനാ ഈ ആകാശഗോളങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളവയെയും സൃഷ്ടിച്ചവെന്ന് പറഞ്ഞത്? അഫലാ തതദക്കറൂൻ ഓർമ്മപ്പെടുത്താനാ. നിങ്ങൾ ബോധമുള്ളവരാകുന്നില്ലേ എന്നറിയാനാ. അല്ലാണ്ട് ആകാശം എത്ര ഉണ്ട്, ഭൂമി എത്ര ഉണ്ട്, ആകാശത്തിനും ഭൂമിക്കിടയിൽ എന്തെല്ലാം സ്പീഷീസ് ഉണ്ട് എന്ന് പരിചയപ്പെടാനല്ല. ഇതിനെയൊക്കെ പല സ്ഥലങ്ങളിൽ ഓരോന്നിനെയും എണ്ണിപ്പറഞ്ഞതുപോലും അതെന്ത് എന്നറിയാൻ മാത്രമല്ല, അതിലപ്പുറം അതിൻ്റെ പിന്നിൽ ആരെന്നറിയാനാണ്, അവനിൽ തഖ്വയുള്ളവരാകാനാ. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സൂറത്ത് സജ്ദ 32-ാം അധ്യായത്തിലെ ആദ്യ 9 ആയത്തുകൾക്കുള്ളിൽ ഒന്ന് വായിച്ചു നോക്കണേ നിങ്ങൾ. അവിടെ പറയാണ് അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഖലീലമ്മ തഷ്കുറൂൻ, ശുക്ർ ചെയ്യണ്ടേ നിങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്താൻ. മാത്രമല്ല, സൃഷ്ടിപ്പ് തെറിച്ചു വീഴുന്ന ഒരു ശുക്ലബിന്ദുവിൽ നിന്ന്, അതിനു മുമ്പ് ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന്, അടുത്ത പരിണാമം ആ മനുഷ്യനിൽ നിന്ന് അതിൻ്റെ ഇണയെ, അടുത്ത പരിണാമം ആ രണ്ടിണകളുടെ പ്രവർത്തന ഫലങ്ങളാൽ ഉണ്ടാകുന്ന അണ്ടവും ബീജവും യോജിച്ച്, അതല്ലെങ്കിൽ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് പരമ്പര ഇങ്ങനെ പോവുകയാണ്, മനുഷ്യ പരമ്പര. ഇതെന്തിനാ പറഞ്ഞത്? നിസാരമായ നീ വിനയാന്വിതനാകണം. നിസാരതയെ പരിചയപ്പെടുത്തി അഹങ്കാരത്തെ ഉടക്കുകയാണ്. ഇത് മറന്നുപോയി ഫിർഔൻ. അന റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞു. അള്ളാഹ് പിടികൂടി. നമ്മളെ ഇന്ന് പിടികൂടിയില്ല, പക്ഷേ ഒരു നാൾ നമ്മളും പിടിക്കപ്പെടും. കാര്യങ്ങളെല്ലാം തിരിച്ചു പോകും. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. ഇന്ന് കാര്യങ്ങൾ മുകളിൽ നിന്നിങ്ങനെ നിർണയിച്ചുകൊണ്ടിരിക്കുക താഴോട്ട്. ഒരു ദിവസം ഇതെല്ലാം തിരിച്ചു പോകും. യഅറുജു ഇലൈഹി, അല്ലേ? കാര്യങ്ങളെല്ലാം തിരിച്ചു പോകും എന്ന്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനതിൻ മിമ്മാ തഉദ്ദൂൻ ദാലിക ആലിമുൽ ഗൈബി വശഹാദത്തിൽ അസീസുർ റഹീം. സഹോദരങ്ങളെ, ഞാനാണെല്ലാം എന്ന ചിന്തയെ മാറ്റിയിട്ട് എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന ചിന്തയാക്കി മാറ്റുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. നമ്മുടെ തർബിയ എന്ന് പറഞ്ഞ പദം അതാണ്. തർബിയത്താണ്. വലിയൊരു തർബിയത്താണ് കിട്ടുന്നത്. വലിയൊരു ശിക്ഷണമാണ്, വലിയൊരു വളർത്തലാണ് കിട്ടുന്നത്, വലിയൊരു പരിചരണമാണ് കിട്ടുന്നത്. നമ്മുടെ വിശ്വാസ രംഗത്തെ, നമ്മുടെ സംസ്കാര രംഗത്തെ, സ്വഭാവ രൂപീകരണത്തിലെ, നമ്മുടെ പെരുമാറ്റങ്ങളിലെ എല്ലാ തലങ്ങളിലെയും വലിയ ഒരു തർബിയത്ത് ഈ 15, 16, 17 വർഷമായി നമ്മൾക്ക് ഈ പ്രദേശത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണം വലുതാണ്. ഈ 16 വർഷം ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ
നിങ്ങൾക്ക് പലർക്കും പറയാം, ഇവിടെയുള്ളവർക്ക് പറയാൻ പറ്റും, ഇവിടെ സ്ഥിരമായി പങ്കെടുക്കാറുള്ളവർക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വർഷക്കാലം വ്യവസ്ഥാപിതമായി ഞാനും എൻ്റെ കുടുംബം ഇവിടെ ഇരിക്കില്ലായിരുന്നല്ലോ. അതിൻ്റേതായ ചില പോരായ്മകൾ എനിക്കുണ്ടാകുമായിരുന്നു, ഉറപ്പല്ലേ? എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്, എന്തെല്ലാം തെറ്റിദ്ധാരണകൾ നമുക്ക് തിരുത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായിടങ്ങളിലും ഇതുപോലൊന്ന് നിലനിൽക്കണം. ലോക വിജയം മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കുള്ള യാത്രയായി നമ്മുടെ യാത്രയെ മാറ്റാൻ നമ്മെ പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് വിശ്വാസികളെ പരിചയപ്പെടുത്തിയത്. സൂറത്തുൽ ഇൻസാനിലെ 2-ാം പേജിൽ നിങ്ങൾ പരിചയപ്പെട്ടു നോക്കിയാൽ കാണാൻ പറ്റും, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ നിങ്ങൾക്ക് അന്നം നൽകിയത് നിങ്ങളിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും കിട്ടണം എന്ന നിലക്കല്ല ഇവിടെ, മറിച്ച് ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. അബൂസായ ഖംതരീറായ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതിനാ ഈ വേദഗ്രന്ഥത്തെ പഠിക്കുന്ന നമ്മളല്ലേ ഇത്രമേൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുമ്പിൽ എന്ന് പലരും എന്തുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഒന്നുമല്ല, നമ്മളിൽ കുറെ ഉണ്ടായിട്ടാ, നമ്മളിൽ നമുക്ക് വേണ്ടാത്ത കുറെ ഉണ്ടായിട്ടാണോ കൊടുക്കണത്? അല്ല, നമുക്കറിയാം എനിക്കൊരു ദിവസം വരാനുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ കൊടുക്കുന്നത്, നമ്മളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമ്മുടെ മനസ്സിൽ തുളച്ച് കയറിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ വിഹിതം തൻ്റെ കയ്യിൽ വെക്കില്ല ഒരു ദിവസം പോലും. അതാ സൂറത്തുൽ ഖലമൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ? ഖലം ഇങ്ങനെ ആദ്യത്തെ പേജ് കഴിഞ്ഞ് 2-ാം പേജിൽ ഏറ്റവും മുകളിൽ തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്, അവിടെ മുതൽ വായിച്ചാൽ മതി. അത്ര ഞാൻ പറയുള്ളൂ. അവിടെ മുതൽ ഇങ്ങനെ വായിച്ചു നോക്കും. ഒരു ചരിത്രം പറയുന്നുണ്ടോ, ഒരു കർഷക കുടുംബത്തിന്റെ ചരിത്രം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഭയത്തെ മാറ്റുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്, ഏകാന്തതയെ മാറ്റുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന് ഒറ്റ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നാൽ പോലും ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നൽകാതിരിക്കട്ടെ. എവിടെയെങ്കിലും അകപ്പെട്ടാൽ ഇങ്ങനെ ചിന്തിക്കുവാനുള്ള കരുത്തുറ്റ ഈമാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം ഏതാ? 50-ാം അധ്യായം സൂറത്തു ഖാഫ്. വെരി ഗുഡ്. 50-ാം അധ്യായം 16-ാം സൂക്തം ആശ്വാസദായകമായ മറ്റൊരു വചനമാണ്. നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ, ആശ്വാസദായകമായ വചന ഹെഡിങ് എഴുതിയ താഴെ എഴുതുന്ന ആയത്തുകൾ ഒന്ന് മറ്റൊരായത്താണത്. ഒരുപാട് ആയത്തുകളുണ്ട്, പലർക്കും പലതുമായിരിക്കും. ഈ 50-ാം അധ്യായം 16-ാം സൂക്തം പറയുന്നത് എന്താ അറിയോ? വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. 3 പാർട്ടാണ് ഈ ആയത്തിനുള്ളത്. 3 പാർട്ട്. ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാർട്ടുകൾ പരസ്പര ബന്ധിതമാണ്, കോറിലേറ്റഡ് ആണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നാം ആണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ അഭിസംബോധന ചെയ്ത്, മനുഷ്യ നിന്നെ ഞാനല്ലേ സൃഷ്ടിച്ചത്, അല്ലാഹു പറയാ. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ, ആവശ്യങ്ങളെല്ലാം നാം അറിയും. അഥവാ മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച എനിക്കറിയാം, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അറിയും. എന്തേ വേണ്ടു? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ഠനാടിയേക്കാൾ ഞാൻ അവനോട് സമീപസ്ഥനാണ്. അഥവാ നേരെ പറയുമ്പോ നിന്റെ ജീവനാടിയേക്കാൾ നിന്നോട് അടുത്ത ഞാനില്ലേ, എന്നോട് ചോദിച്ച പോരെ. റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം ആത്യന്തികമായ ചോദ്യം ചോദിക്കാതെ നമ്മൾ മറ്റു പലയിടത്തും ചെന്ന് ചോദിക്കുകയാണ്, മറ്റു പലരോടും വിഷമം പറയാ. തീരണ്ടേ?
തീർത്ത് തരേണ്ട ഒരാളോടും കൂടെ പറയണ്ടേ, അല്ലെങ്കിൽ അവിടെ ഒന്ന് പറഞ്ഞിട്ട് വേണ്ടേ വേറെ ആൾ ഷെയർ ചെയ്യാൻ? ഇന്ന നോക്കാൻ ആരുമില്ല. ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അള്ളാഹിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എല്ലാം അങ്ങനെയാണല്ലോ. നമുക്കെന്തെങ്കിലും ചെയ്തു തരാൻ തീരുമാനിച്ച 10 20 അംഗം ആളുകൾ, ഒരു സംഘം ആളുകൾ, അവർക്ക് ചെയ്യാൻ പറ്റാതെ അവസാനം പറയാ നമ്മളോട്, നിങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങളെ പടച്ചോനോട് പറഞ്ഞോളി. എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ പറയും അത് ഞങ്ങൾ നേരത്തെ ഏൽപ്പിച്ചതാണ്, പക്ഷെ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ അറിയാവുകൊണ്ട് നിങ്ങളടുത്ത് വന്നാണ്. ഇതാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടിടത്ത് ഏൽപ്പിക്കണം, പറയേണ്ടിടത്ത് പറയണം, ചോദിക്കേണ്ടിടത്ത് പോയി ചോദിക്കണം. അങ്ങനെയാകുമ്പോൾ മനുഷ്യന്റെ ഭയം, ഏകാന്തത, ഇതൊക്കെ മാറ്റാൻ കഴിയുമെന്നാണ് ഒരു പ്രധാനമായ സത്യം. സഹോദരങ്ങളെ, ഒരു മരുന്ന് കഴിക്കേണ്ടത് നമ്മൾ വാങ്ങിയിട്ട് അലമാറയിൽ കൊണ്ടുവച്ചാൽ സുഖം മാറുക ഇല്ല. അത് കഴിക്കണം, വേണ്ട രീതിയിൽ കഴിക്കണം. പഥ്യം ഉണ്ടെങ്കിൽ പഥ്യം പാലിക്കണം. വർജിക്കാൻ പറഞ്ഞാൽ വർദ്ധിച്ചാൽ പോരാ. അങ്ങനെ പലതുണ്ട്. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടായിട്ടും ഹൃദയം സുഖപ്പെടുന്നില്ലെങ്കിൽ അത് അലമാറയിൽ ഇന്നുമുണ്ട് എന്നതാണ് പ്രശ്നം. അത് അലമാരയിൽ നിന്ന് എടുക്കണം. അത് മൊബൈലിൽ ആപ്പിലാക്കി വെച്ചാൽ പോരാ, ആപ്പൊന്ന് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനെ വായിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാലം ആരോഗ്യകരമായി ജീവിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, ഫമൻ യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദൻ. അങ്ങനെയാകുമ്പോൾ രക്ഷപ്പെടാൻ കഴിയും എന്ന് സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ എന്നത് 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 123-ാമത്തെ വചനത്തിൽ പറയുന്നു, ഖാല ഫഹ്ബിതാ മിൻഹാ ജമീഅ ബഅദുകും ലിബഅദിൻ അദുവ്വ് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞേക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞതാണ്, ഒരു ഹുദ നിങ്ങൾക്ക് വരും. അങ്ങനെ ഫമനിത്തബഅ ഹുദായ, ആ ഹുദയെ ആര് അനുഗമിക്കുന്നുവോ, ഫോളോ ചെയ്യുന്നുവോ, ഫലാ യദില്ലു വലാ യഷ്ഖാ, അവന് പിന്നെ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമ്പത്തിക ഇടപാടുകൾ, സാമൂഹിക ജീവിതം, യുവജനങ്ങൾ, വിദ്യാഭ്യാസം, മനുഷ്യബന്ധങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വെളിച്ചം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. വാട്ട് മീൻസ് അഖ്വം? അഖ്വം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ചേർത്ത് വെക്കുക. ഇവിടെ ഒരു പദത്തിന് മലയാളത്തിൽ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന പ്രശ്നമുള്ള ഒരു പദമാണിത്. ഏറ്റവും നേരായതെന്നൊക്കെ നമ്മൾ പറയും, ഏറ്റവും ശരിയത്. ശരിയാണ്, വാക്ക് അങ്ങനെ മലയാളത്തിൽ പറയാനുള്ളൂ, മലയാളത്തിൻ്റെ പരിമിതിയാണ്. അപ്പോൾ ആ ഒരു വാക്കങ്ങ് പഠിച്ചതിന് ശേഷം പിന്നെ ജീവിതവുമായിട്ട് ഇതിനായിട്ട് ബന്ധപ്പെടുത്തിയാൽ, ഓരോരുത്തരുടെയും അനുഭവമായിട്ട് ഇതിനായിട്ട് ബന്ധപ്പെടുത്തിയാൽ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം എന്ന പദത്തെ മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഏതെങ്കിലും ഒരു ഡിക്ഷണറി എടുത്ത് മാത്രം പരിചയപ്പെട്ട് തീരാൻ ഒരിക്കലും സാധ്യമല്ല. വിശുദ്ധ ഖുർആനുമായി എത്രത്തോളം നിങ്ങൾ അടുത്തിടപഴകുന്നുവോ അത്രത്തോളം അത് കൽ ജലീസി സാലിഹ്, ഏറ്റവും ഇൻറ്റിമേറ്റായ ഒരു ഫ്രണ്ടിനെ പോലെ അതിലേറെ നിങ്ങൾക്ക് അതിൻ്റെ അജായിബുകളും അസ്റാറുകളും കണ്ടെത്താൻ കഴിയും. ഏറ്റവും സന്തുലിതവും നീതിയുക്തവും ദീർഘകാലം മനുഷ്യന് ഗുണകരവുമായ ജീവിത രീതി എന്ന് വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചോളി. അഖ്വം എന്നതിന് ഏറ്റവും സന്തുലിതമായ, നീതിയുക്തമായ, ദീർഘകാലം മനുഷ്യന് ഗുണം മാത്രം നൽകുന്ന ഒരവസ്ഥയെ അഖ്വം എന്ന് പറയാം. അവിടുന്ന് അങ്ങോട്ട് എഴുതിക്കോളൂ. അതുമായി ബന്ധപ്പെട്ട അതിനെതിരാകാത്ത കാര്യങ്ങളൊക്കെയും ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. നീ സത്യസന്ധനാണോ? നീ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? നിന്റെ നാവ് മറ്റുള്ളവർക്ക് സുരക്ഷിതമാണോ? നിന്റെ കണ്ണുകൾ ഹലാൽ ഹറാം തിരിച്ചറിയുന്നുണ്ടോ? നിന്റെ വരുമാനം ഹലാലാണോ? നിന്റെ വരുമാനം ഹലാലാണോ? ഇത് ഖുർആൻ എന്നും നമ്മളോട് ചോദിക്കുന്നു. അവസാനം ഈ ചോദ്യം
കേൾക്കേണ്ടി വരുന്നത് ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഖംസ് അർബഅ എന്നൊക്കെ പറയുന്ന ഹദീസുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. മാലിനെ കുറിച്ച് ചോദിക്കും, എവിടുന്നത് സമ്പാദിച്ചു, എന്തിലത് വിനിയോഗിച്ചു. സഹോദരങ്ങളെ, സഹോദരികളെ, ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും. പക്ഷേ വിദ്യാഭ്യാസമുള്ള പലർക്കും വിവേകമില്ലാതെ പോകുന്നു, തിരിച്ചറിവില്ലാതെ പോകുന്നു. സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്, യഥാർത്ഥ കൂട്ടുകാർ ഇല്ലാതെ പോകുന്നു. ആശയവിനിമയം വേഗത്തിലാക്കുന്നു, പക്ഷേ ഹൃദയബന്ധം ദുർബലമാകുന്നു. ഇതിൻ്റെയൊക്കെ കാരണങ്ങളാണ് നമ്മൾ ഇന്നുവരെ പറഞ്ഞത്. ഖുർആനിൽ നിന്ന് അകന്ന ജീവിതത്തിൻ്റെ വിലയും ഖുർആനിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യകതയുമാണ് ഇവിടെ നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ഹൃദയ ശാന്തിയാണ്, ഖുർആൻ ഹൃദയങ്ങളുടെ ചികിത്സയാണ്, ഖുർആൻ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. ഇങ്ങനെ ഇത്രയും മഹത്തായ മനോഹരമായ ഒരു ഗ്രന്ഥം നമ്മുടെ കൈകളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ പലപ്പോഴും വരുന്നത് എന്ന ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ത്വാഹ അധ്യായം 20 അധ്യായം 124 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞു. വമൻ അഅറദ അൻ ദിക്രി, എൻ്റെ ദിക്റിൽ നിന്ന് അകന്നതാരോ അവർക്ക് ദങ്കായ ജീവിതം ഉണ്ടായിരിക്കും എന്ന്. ദങ്കായ ജീവിതം ആയിരിക്കും ഉണ്ടാവുക. ദങ്ക് എന്ന് പറഞ്ഞാൽ കുടുസായ പ്രയാസകരമായ അവസ്ഥ എന്ന്. ഞാൻ അവസാനിപ്പിക്കാം. ഞാനും നിങ്ങളും എടുക്കേണ്ട ഒരു തീരുമാനം, ഞാനും നിങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളൊക്കെ എടുക്കേണ്ട തീരുമാനം, ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം വ്യത്യസ്തമായിരിക്കാം. ചിലരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. പക്ഷേ അടിവരയിട്ട് എണ്ണമിട്ട് നമ്മുടെ മനസ്സിൽ ചേർത്ത് എഴുതി വെക്കുക ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ഒന്ന്, ഞാൻ ദിവസവും ഖുർആൻ വായിക്കും. ഞാൻ ദിവസവും ഖുർആൻ വായിക്കും. ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഏറ്റു പറയുന്ന പോലെ, ഞാൻ ദിവസവും ഖുർആൻ വായിക്കും. 5 പേജായാലും 1 പേജായാലും സ്ഥിരതയോടുകൂടെ ഞാൻ വായിക്കും. 1/2 പേജായാലും 1 ആയത്തായാലും ഞാൻ എന്നും ഖുർആൻ എടുത്തു വെച്ചൊന്ന് വായിക്കും. പാരായണം മാത്രമല്ല ഉദ്ദേശിച്ചത്, അതെന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അതിനെക്കുറിച്ച് ഞാൻ ആഴത്തിൽ ആലോചിക്കും. ഞാൻ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കും. വായന ശബ്ദത്തിൽ മാത്രം ഒതുങ്ങരുത്, സന്ദേശങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കണം. മൂന്നാമത്, ഞാൻ ഖുർആനിനെ കുറിച്ച് തദബ്ബുർ നടത്തും, ഉറ്റാലോചന. അഫലയ തദബ്ബറൂനൽ ഖുർആന. ഒരായത്ത് ഇന്ന് എൻ്റെ ജീവിതത്തോട് എന്താണ് ഈ ആയത്ത് പറയുന്നത് എന്ന് ഞാൻ ആലോചിക്കും. ഞാൻ ജീവിതത്തിൽ നടപ്പാക്കും. എൻ്റെ സ്വഭാവത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലുമൊക്കെ ഞാൻ നടപ്പാക്കും. സഹോദരങ്ങളെ, ഒരു നാൾ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കണ്ണടച്ച് നമ്മളൊന്ന് കേട്ടു നോക്കുക. നമ്മളിങ്ങനെ ജീവിച്ചു പോവാണ്. ഒരു നാൾ നമ്മുടെ വീടുകൾ മറ്റുള്ളവരുടെ വീടാകും. ഒരു നാൾ നമ്മുടെ വീടുകൾ മറ്റുള്ളവരുടെ വീടായി മാറും. ഒരു നാൾ നമ്മുടെ സമ്പത്ത് മറ്റാരൊക്കെയോ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മുടെ പേര് പോലും നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. പക്ഷേ അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം മാത്രം നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. ആ ബന്ധം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം അതിന് സുദൃഢതയുണ്ടാകും, സന്തോഷദായകമായിരിക്കും. അന്ന് ഒരു ചോദ്യം ഉയരും, നിനക്ക് ഖുർആനുമായി എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ പറയാൻ കഴിയുന്ന മറുപടി, ഇന്ന് നാം നിർമ്മിക്കണം എന്നാണ് എനിക്ക് എൻ്റെ ഈ സംസാരത്തിൽ ആകെ തുകയായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. വൈഫൈ ഉണ്ടായിട്ടും ഒരു വാം ഫാമിലി ഇല്ലാത്ത നമ്മുടെ മക്കൾക്ക് വൈഫൈ ഇല്ലെങ്കിലും ഒരു വാം ഫാമിലിയായി മാറാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉണ്ടായിട്ടും ഇൻട്രാക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ദുർവ്യവസ്ഥകളിലേക്ക് പോകേണ്ടി വന്ന നമ്മുടെ മക്കൾക്ക് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും ഇൻട്രാക്ഷൻ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിക്കട്ടെ.
ഒരുപാട് കണക്ഷൻസ് ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ തിന്മയിൽ അകപ്പെട്ടു പോയ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ അനുഭവിക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ ശബ്ദമുണ്ടാകും, സമാധാനമില്ലാതെയാകുന്നു. അതിൽ നിന്ന് മാറി വളരെ സന്തോഷകരമായി സമാധാനത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമാധാനത്തോടുകൂടെ ജീവിക്കുവാനും നിർഭയമായി ജീവിക്കുവാനും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരണമേ. ഗഫൂറും വദൂദുമായ അല്ലാഹുവേ, നിൻ്റെ വിശുദ്ധ ഖുർആനിനെ എന്നും വായിച്ചു നോക്കുന്ന, പഠിക്കുന്ന, സ്ഥിരമായി വായിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനായ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഇന്ന് അവരില്ല, അവർ ഖബറിലാണ്. റബ്ബേ, അവരുടെ ഖബറിൽ അവർക്ക് വിശാലമായതിൻ്റെ സ്വർഗത്തിൻ്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ. ഇടുങ്ങിയ ഖബറിൽ നിന്ന് അവർക്ക് വിശാലത നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയാൽ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. അവർ ചെയ്ത നന്മകൾക്ക് ഒരുപാട് പ്രതിഫലം നൽകുകയും തിന്മകളെ പുറത്തു കൊടുക്കുകയും ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഏറ്റവും സൗമ്യമായി പെരുമാറാനും അവരിൽ നിന്ന് എന്തെല്ലാം നന്മകളുണ്ടായോ അതിലേറെ നന്മകൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നവരായും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. റഹ്മാനായ റബ്ബെ, പരസ്പരം സ്നേഹ സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്കിനിയുള്ള കാലം തൗഫീഖ് നൽകണേ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിൻ്റെ ആദർശം സ്വീകരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരിൽ അതിക്രമങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ, യുവാക്കൾ, കുട്ടികൾ, വൃദ്ധർ, അല്ലാഹുവേ, അവർക്കെല്ലാം ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اغفر لنا ولوالدينا ولمن أوصانا بالدعاء. اللهم اغفر لنا ولوالدينا وللمؤمنين والمؤمنات جميعا يا رب العالمين. اللهم انصرنا وانصر إخواننا المسلمين من أيدي الظالمين ومن ظلمهم يا رب العالمين. اللهم ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وسائر أعمالنا يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب ونجاة من الصراط يا رب العالمين. اللهم أدخلنا الجنة بباب ريان. اللهم أدخلنا وأدخل والدينا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.